എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് BP പെട്രോൾ പമ്പിലാണ്. ഇത് BPയുടെ മാക് 2T ഓയിലാണ്. ഇത് 250 ml ബോട്ടിലാണ്. അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ 500 ml ഒരു ബോട്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു 40 ml സാഷയും അവൈലബിൾ ആണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 96 രൂപയാണ്. ഇതിൻ്റെ വില 250 ml. ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ 500 ml ബോട്ടിലാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് 500 ml ബോട്ടിലാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 183 രൂപയാണ് വില വരുന്നത്. അപ്പം നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെട്രോൾ ടാങ്ക് 10.5 ലിറ്ററിൻ്റെ പെട്രോൾ ടാങ്കാണ്. അപ്പം അതിൽ നമുക്ക് മാക്സിമം അടിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർഫ്ലോ ആകാതെ ഏറ്റവും നല്ലൊരു എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 ലിറ്റർ വരെ അടിക്കുക. അപ്പോൾ 8 ലിറ്റർ അടിക്കുവാണെങ്കിൽ ഈ 250 ml ബോട്ടിൽ കറക്റ്റാണ്. നമുക്ക് 8 ലിറ്ററിന് ആവശ്യമായിട്ടുള്ളത് 1 ലിറ്ററിന് 30 ml വെച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 240 ml ആണ്. 240 ml പോയിട്ട് ഒരു 10 ml കൂടുതൽ വരുന്നുള്ളൂ. അപ്പം ഇതാണ് ബെസ്റ്റ് ബോട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് എമൗണ്ട് ഓയിൽ മാത്രമേ ചെല്ലത്തുള്ളൂ. കൂടുതൽ ഓയിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പാർക്ക് പ്ലഗ് അടിച്ചു പോകും. അതുപോലെ പിക്കപ്പിന് പ്രോബ്ലം വരും, പുക കൂടുതൽ തള്ളും. അപ്പോൾ പൊല്യൂഷൻ്റെ പ്രോബ്ലം കാരണം ഓൾറെഡി ബാൻ ചെയ്ത കാരണം നമ്മൾ അത് വീണ്ടും പൊല്യൂഷൻ കൂട്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. സിഗ്നലിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ പുക ഭയങ്കരമായിട്ട് തള്ളിക്കഴിഞ്ഞാൽ നമ്മുടെ പുറകിലൊക്കെ നിൽക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് പെട്രോൾ ഓയിൽ അടിക്കാതിരിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ ഭയങ്കരമായിട്ട് ചൂടാകും, തേയ്മാനം കൂടും. അതുപോലെ എൻജിന് ബാഡ് എഫക്റ്റാണ്. നമ്മുടെ പിസ്റ്റൺ പെട്ടെന്ന് തന്നെ ജാം ആകാനായിട്ടും സാധ്യതയുണ്ട്. അപ്പം കറക്റ്റ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്ററിന് 30 ml കറക്റ്റായിട്ട് തന്നെ അടിക്കുക. ഈ 1 ലിറ്ററിന് 30 ml എന്ന് പറയുന്നത് എനിക്ക് തോന്നിയ ഒരു എമൗണ്ടോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നോ പറയുന്ന കാര്യമല്ല. ഇത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. 3% 1 ലിറ്ററിന് 3% എന്ന് പറയുന്നതാണ് റെക്കമെൻഡഡ്. അത് മാനുവലിലും കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ടാങ്കിൽ ഇപ്പം പുതിയ കവറൊക്കെ ചേഞ്ച് ചെയ്യുന്നവർക്കൊരു സ്റ്റിക്കർ അകത്ത് ഒട്ടിച്ച് വരുന്നുണ്ട്. ടാങ്കിൻ്റെ കവറിൽ, ലോക്ക് ചെയ്യുന്ന കവറിൽ ഒത്തിരി എഴുതിയിട്ടുണ്ട് പ്രത്യേകം 1 ലിറ്ററിന് 3%. അപ്പോൾ 1 ലിറ്ററിൻ്റെ 3% എന്ന് പറയുന്നത് 30 ml ആണ്. അപ്പോൾ ആ കറക്റ്റ് 30 ml തന്നെ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം എൻജിൻ പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ചേംബറൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടിക്ക്, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു വണ്ടിയിൽ നിന്നും വ്യത്യസ്തമായ പവറൊക്കെ കൂട്ടിയ വണ്ടികളിൽ നമ്മളത് എക്സ്പേർട്ട് മെക്കാനിക്കുമായിട്ട് സംസാരിച്ച് എത്ര ml ആണോ കൂടുതൽ ചിലർക്കൊക്കെ കൂടുതൽ ഒഴിക്കേണ്ടി വരും. അത് കൂടുതൽ ഓയിൽ അതനുസരിച്ച് ഒഴിക്കുക. സാധാരണയായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ ചെന്നാൽ നമ്മൾ നോർമലി അടിക്കുന്നത് കണ്ടിട്ടുള്ളത് 100 രൂപയ്ക്ക് 10 രൂപ ഓയിൽ അടിക്കുക, അതുപോലെ 15 രൂപയ്ക്ക് ഓയിൽ അടിക്കുക. അപ്പം ചിലപ്പം നമ്മുടെ ഈ സാഷയ്ക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 40 ml ആണ് വരുന്നത്. അപ്പം നമ്മൾ ഒരു ലിറ്ററിന് 40 ml അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 100-ന് 40 ml അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1 ലിറ്ററിൽ 10 ml കൂടുതൽ പോവാണ്. അപ്പോൾ കൂടുതൽ പുക തള്ളും. അപ്പോൾ അങ്ങനെ സാഷയായിട്ട് അടിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ 3 പാക്കറ്റ് എന്ന് പറയുന്നത് 120 ml ആണ്. അപ്പോൾ ഒരു 4 ലിറ്റർ പെട്രോളും 120 ml ഓയിലും അടിക്കുക. അതാണ് അതിൻ്റെ കറക്റ്റ്. ഒത്തിരി കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുക തള്ളുകയും അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ RXൻ്റെ ബ്രാൻഡ് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകാതെയും നമ്മൾ പൊല്യൂഷൻ മാക്സിമം കൺട്രോൾ ചെയ്ത് നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നമ്മൾ വിൻറ്റേജ് വണ്ടി മറ്റുള്ളവർ ഇത് ബാൻ ചെയ്യണമെന്ന് ഈ ആൾക്കാർ പറയുന്നതിൻ്റെയും ഇതിനെതിരെ ഒത്തിരി പുക ഒരുപാട് തള്ളുന്ന കാരണം ഇതിനെതിരെ ഒത്തിരി സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മളായിട്ട് അതിനൊരു വഴിയൊരുക്കാതെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. കറക്റ്റ് ഓയിൽ അടിക്കുകയാണെങ്കിൽ വളരെ കുറച്ച് പുക മാത്രമേ തള്ളത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് എല്ലാവർക്കും സംശയം ഉള്ള ഒരു കാര്യമാണ് ഇതിനകത്ത്, നമ്മൾ പ്രീമിക്സ് ചെയ്യണോ അതോ ഓയിൽ പമ്പ് ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓയിൽ പമ്പ് നല്ലതാണ്. അതിന് കറക്റ്റ് അളവിൽ സ്പീഡിനനുസരിച്ച് തന്നെ ഓയിൽ പിസ്റ്റണിലേക്ക് കൊടുക്കുന്ന ടെക്നോളജിയാണ് ഓയിൽ പമ്പ്. പക്ഷേ അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പമ്പ് കംപ്ലൈൻ്റ് ആയാൽ അത് വലിയൊരു പ്രോബ്ലമായി തീരും. പിസ്റ്റൺ ഓയിൽ കിട്ടാതെ ജാമായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഓയിൽ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓയിലുണ്ടോ ഇല്ലയോ, കുറഞ്ഞു പോവുമോ, തീർന്നു പോവുമോ, അല്ലെങ്കിൽ പമ്പ് എന്തെങ്കിലും പൈപ്പ് ഡാമേജ് ആവുമോ, എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയിൽ പിസ്റ്റണിൽ കറക്റ്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമായി മാറും.
എൻജിൻ സീസാവും. അതൊരു വലിയ പ്രശ്നമാണ്. അതേ സമയത്ത് പ്രീമിക്സ് കൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓയിൽ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ പെട്രോളിൽ ഓയിൽ കറക്റ്റായിട്ട് മിക്സായി പിസ്റ്റണിലേക്ക് കറക്റ്റായിട്ട് തന്നെ എപ്പോഴും ചെന്നുകൊണ്ടിരിക്കും. അത് കൂടുതലോ കുറവോ അല്ലാതെ കറക്റ്റായിട്ട് തന്നെ എത്ര പെട്രോൾ വലിക്കുന്നോ അതനുസരിച്ച് തന്നെ ഓയിൽ പിസ്റ്റണിൽ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ പിസ്റ്റൺ സീസ് ആകാനുള്ള ചാൻസേ ഇല്ല. അപ്പം ഇതാണ് 2 സ്ട്രോക്കിലെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റണ് ഓയിൽ കിട്ടുക എന്നുള്ളതാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് പ്രീമിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഓയിൽ കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എൻജിൻ സീസാകുന്നതും പിസ്റ്റൺ ജാം ആകുന്നതുമായ, അതുപോലെ തന്നെ എൻജിൻ കൂടുതൽ അതുപോലെ തന്നെ തേയ്മാനം കൂടും. കറക്റ്റായിട്ട് ഓയിൽ ചെന്നില്ലെങ്കിൽ തേയ്മാനം കൂടും. അപ്പോൾ അതുപോലുള്ള നമുക്ക് റിസ്ക്കുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പ്രീമിക്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പമ്പ് കറക്റ്റായിട്ട് ഇതുവരെയും ചിലരുടെയൊന്നും ഇതുവരെ പമ്പ് അതുപോലെ ഒരു ഫെയിലാകാത്ത പലരുടെയും വണ്ടി കാണാം. പക്ഷേ പമ്പിൽ ഫെയിലായിട്ട് പലർക്കും ഓയിൽ പമ്പ് ഫെയിലായി പലർക്കും ഇങ്ങനെയൊരു ബുദ്ധിമുട്ട് വന്നതായിട്ടും ഉണ്ട്. അപ്പം അത് കാരണമാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷനാണ് പ്രീമിക്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാതിരിക്കുക. ചിലർ ടാങ്കി യൂസ് ചെയ്യും, കുറച്ച് ഓയിലും കൂടെ പ്രീമിക്സിൽ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് ഒഴിവാക്കുക. കാരണം പുക കൂടുതൽ തള്ളുകയും പൊല്യൂഷൻ കൂടുകയും ചെയ്യും. ആവശ്യമില്ലാതെ ഓയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പാർക്ക് പ്ലഗ് അടിച്ചു പോകും. അതുപോലെ ആവശ്യമില്ലാത്ത പ്രോബ്ലംസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമുള്ള ഓയിൽ മാത്രം ഒഴിക്കുക. അതുപോലെ വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഓയിൽ അടിച്ചാലും പുക കൂടുതൽ തള്ളുന്നതായിട്ടും കാണാറുണ്ട്. പക്ഷേ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. മെയിൻലി വേറെ പിക്കപ്പോ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ കംപ്രഷൻ കറക്റ്റാണ്, വേറെ ഒന്നുമില്ല. കറക്റ്റായിട്ട് ഓയിൽ അടിച്ചിട്ടും പുക കൂടുതൽ തള്ളുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് ട്യൂണിങ്ങിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ട്യൂണിങ് കറക്റ്റാക്കിയാൽ മതി. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടായിട്ട് നമ്മൾ 1-2 കിലോമീറ്ററാണ് എന്നും ഓടിക്കുന്നുണ്ട്. പക്ഷേ 1-2 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടെങ്കിൽ മിച്ചം പുറത്തേക്ക് തള്ളുന്ന ഓയിൽ വന്ന് നമ്മുടെ സൈലൻസറിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കിടക്കും. അത് പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു ലോങ് റൈഡ് പോകുന്ന സമയത്ത് അത് ചൂടായിട്ട് പഴുത്ത് കഴിയുമ്പം അത് ഭയങ്കരമായിട്ട് പുക തള്ളുന്നതാണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ട് കഴിയുമ്പോൾ നിന്ന് കഴിയുമ്പോഴും പുക തള്ളിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ കൂടുതൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്പം നിർത്തിയിട്ടതിന് ശേഷം അതുപോലെ പുക കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു 10-15 കിലോമീറ്റർ ലോങ് വണ്ടി ഓടിക്കുക. സൈലൻസർ നല്ലപോലെ പഴുക്കാനായിട്ട് അവസരം കൊടുക്കുക. സൈലൻസർ നല്ലപോലെ പഴുത്ത് കഴിഞ്ഞാൽ അകത്ത് കിടക്കുന്ന ഓയിൽ മുഴുവൻ കത്തി പുകയായിട്ട് മൊത്തം പുറത്ത് ചാടിക്കോളും. അപ്പം കൂടുതൽ പ്രോബ്ലം ഇല്ലാതെ പോകാൻ സാധിക്കും. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിലൊന്നും ഓടിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10-15 ദിവസം കൂടുമ്പോഴെങ്കിലും ഒരു ലോങ് റൈഡ് പോവുക. ഒരു 10-15 കിലോമീറ്റർ ഓടിച്ച് വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം. പിന്നെ സ്ഥിരമായിട്ട് ഓഫീസിലും അവിടെയൊക്കെ ഒരു 5-6 കിലോമീറ്റർ മേളിൽ സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രോബ്ലം കണ്ടുവരാറില്ല. പുക വളരെ കുറച്ചേ ഉള്ളൂ. ഈ കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് ഈ പുക കൂടുതലായിട്ട് തള്ളുന്നത്. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഒരു 1-2 സാഷെ 40 ml പാക്കറ്റ് നമ്മുടെ ടൂൾ ബോക്സിനകത്ത് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ചില പെട്രോൾ പമ്പിലൊന്നും എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു പെട്രോൾ പമ്പിൽ ചെന്നപ്പോൾ അവിടെ 2T ഓയിൽ അവൈലബിൾ അല്ലായിരുന്നു. പിന്നെ എൻ്റെ ഭാഗ്യത്തിന് ഒരു പാക്കറ്റ് സാഷെ എൻ്റെ ടൂൾ ബോക്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഓടിച്ച് വരാനായിട്ട് സാധിച്ചു. ഇല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു 2-3 പാക്കറ്റ് സാഷെ എപ്പോഴും നമ്മുടെ ടൂൾ ബോക്സിനകത്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓയിൽ ഇല്ലാതെ ഒരിക്കലും വണ്ടി ഓടിക്കരുത്. ഒരു സാഹചര്യത്തിലും ഓയിൽ മിക്സ് ചെയ്യാതെ പ്രീമിക്സ് ചെയ്യാത്ത രീതിയിൽ വണ്ടി ഓടിക്കാതിരിക്കുക. 10 കിലോമീറ്ററിൽ ഒരു 5 കിലോമീറ്റർ ആയാലും അതൊരു പ്രോബ്ലം തരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചില ഫ്രണ്ട്സൊക്കെ വന്നിട്ട് 4 സ്ട്രോക്ക് വണ്ടി ഓടിക്കുന്നവർ അത് വണ്ടി നമ്മുടെ ഇന്ന് റൈഡിനോ അല്ലെങ്കിൽ ചെറിയൊരു ട്രിപ്പിനൊക്കെ ചിലപ്പം പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ പ്രത്യേകം കൂട്ടുകാരോട് അത് പറയുക, ഫ്രണ്ട്സിനത് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ മേലാത്തവരായിരിക്കും. നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഓയിൽ അടിക്കുന്ന കാര്യം അവർക്ക് കറക്റ്റായിട്ട് തന്നെ അളവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് തന്നെ വിളിച്ച് സംസാരിക്കാൻ പറയുക, അവരെ ഗൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 2 സ്ട്രോക്ക് വണ്ടി കൈമാറി ഓടിക്കുന്നത് ശരിയല്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം.
മാക്സിമം അത് ഒഴിവാക്കുക. ഇനി എന്തെങ്കിലും അതുപോലെ വണ്ടിയെക്കുറിച്ച് അറിയാവുന്നവർക്ക് മാത്രം കൊടുക്കുക. ഇനിയും വണ്ടി അതുപോലെ തന്നെ ശ്രദ്ധിച്ച് കൂട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ 2 സ്ട്രോക്ക് വണ്ടിയുടെ മെയിൻ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ഓടിക്കാനായിട്ട് കൂട്ടുകാരോട് പറയുക. അല്ലെങ്കിൽ അത് പിന്നീട് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെ മാറിയിട്ട് വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വണ്ടിയെല്ലാം പെർഫെക്റ്റാണ്, ഓയിൽ കറക്റ്റായിട്ട് ഒഴിക്കുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് പുക കൂടുതൽ തള്ളുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കംപ്രഷൻ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. കിക്കർ അടിക്കുമ്പോൾ കംപ്രഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. കംപ്രഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പിസ്റ്റൺ ലൂസായതാണ്, പ്ലേ കൂടിയതാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഓയിൽ കത്തിപ്പോവുകയും അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് എൻജിൻ്റെ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് അടിച്ചു പോകും, അതുപോലെ പുക കൂടുതൽ തള്ളുകയും അത് പൊല്യൂഷൻ ഭയങ്കരമായിട്ട് കൂട്ടുകയും ചെയ്യും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് എനിക്ക് നിങ്ങളെല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ RX കൂട്ടുകാരായിട്ടുള്ള ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. പല കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കാം, എങ്കിലും അറിയാൻ മേലാത്തതും പുതിയതായിട്ട് 2 സ്ട്രോക്ക് എടുക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പുതിയതായിട്ട് ആരെങ്കിലും ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരുപാട് പേര് 2 സ്ട്രോക്ക് എടുക്കുന്നുണ്ട്, പുതിയ ജനറേഷനിലുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ നിങ്ങളുടെ സർക്കിളിലുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ, ഞാൻ പറഞ്ഞ ഓരോ ടോപ്പിക്കിലും നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കാണും, അതൊക്കെ നിങ്ങൾ കമൻറ്റിൽ ഇടുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.